പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ ആശാരിപ്പറമ്പ് നിവാസികളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. നിർമ്മാണം പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കനത്ത മഴയിൽ കയ്പമംഗലം വഴിയമ്പലം സെന്ററിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ. വെള്ളാങ്കല്ലൂർ കരുവപ്പടന്ന നെടുങ്ങാണം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. റോഡിൽ മെറ്റലിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡ് ആശാരിപ്പറമ്പ് നിവാസികളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വാട്ടർ ടാങ്കിന്റെയും മോട്ടോറിന്റെയും ഉദ്ഘാടനം നടന്നു. 24 മണിക്കൂറും എല്ലാവരുടെയും വീടുകളിൽ വെള്ളം എത്തുന്ന തരത്തിലാണ് ഈ കുടിവെള്ള പദ്ധതി പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ മറ്റൊരു പഞ്ചായത്തുകാരിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. 4 പഞ്ചായത്താണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ളത്. മറ്റൊരു പഞ്ചായത്തിൽ വരുമ്പോൾ ഇവിടുത്തെ മെമ്പർമാരാണ് ഓരോ പദ്ധതികളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇന്ന പദ്ധതിക്ക് ഇത്രയും വേണം, ഇത്രയും വേണ്ടി വരും, അത് തരണം, ഒറ്റ പ്രാവശ്യമായിട്ട് തരാൻ പറ്റില്ലെങ്കിൽ അത് ബഹുവർഷമായിട്ട് തരണം. ഈ രീതിയിൽ ഓരോ വാർഡിലെ മെമ്പർമാരും, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്തിലെ മുഴുവൻ വാർഡിലെ പദ്ധതികളും ഒക്കെ ജില്ലാ പഞ്ചായത്തിൻ്റെ ആയാലും ഈ പറഞ്ഞ പോലെ MLA-യുടെ ആയാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആയാലും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ആ രീതിയിലാണ് പദ്ധതികൾ വരാറുള്ളത്. പക്ഷേ ഈ ആശാരിപ്പറമ്പിലെ ഈ പദ്ധതി, ഈ കുടിവെള്ള പദ്ധതി, ഞാനിവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. വാർഡ് മെമ്പർ സാബു കൈതാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, പദ്ധതി ഗുണഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു. കനത്ത മഴയിൽ കയ്പമംഗലം വഴിയമ്പലം സെന്ററിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. ദേശീയപാതയോട് ചേർന്ന സ്ഥലങ്ങളിലാണ് വെള്ളം കയറിയത്. ഈ പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളക്കെട്ടുണ്ട്. ദേശീയപാതയിലും കിഴക്കേ സർവീസ് റോഡും വെള്ളം കയറിയ അവസ്ഥയിലാണ്. നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ കാൽനടയാത്ര സാധ്യമാകാത്ത സ്ഥിതിയാണ്. ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് വെള്ളക്കെട്ടുണ്ടായത്. അതേസമയം ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലത്തെ അവസ്ഥ ഇവിടെ പണി നടന്നുകൊണ്ടിരുന്നില്ലേ, അപ്പൊ ഇവിടെ വെള്ളം ഇവർ സ്റ്റോപ്പാക്കി. അപ്പോഴാണ് ഇപ്പോൾ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. 4 പുറം ഫുള്ളും വെള്ളമാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ വെള്ളമായിട്ടുണ്ട്. വെള്ളം ഒഴുകിപ്പോകേണ്ട പല തോടുകളും മണ്ണിട്ട് മൂടിയതാണ് പ്രശ്നമായതെന്നും എത്രയും വേഗം ഇത് തുറക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെള്ളാങ്കല്ലൂർ കരുവപ്പടന്ന നെടുങ്ങാണം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. റോഡിൽ മെറ്റലിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. റോഡിലിട്ടിരിക്കുന്ന മെറ്റലുകൾ എല്ലാം ഇളകിത്തെറിച്ച് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് നാട്ടുകാർ ആരോപിച്ചു. റിയാസ് വെളുത്തേരി, വാർഡ് മെമ്പർ നസീമ നാസർ, മുഹ്സിൻ, സാബിറ ടീച്ചർ, റഷീദ്, അബ്ദുൽ കരീം, സുബൈൽ വൈപ്പിൻകാട്ടിൽ, നജീബ്, ഹനീഫ, സാദിഖ്, ഫൈസൽ, മഞ്ജന, അഷറഫ്, ഷുക്കൂർ, കൊച്ചുമോൻ, സലീം, അക്ബർ, ഇബ്രാഹിംകുട്ടി, ഷംസു, റഫീഖ്, ഷഫീർ, സലാം എന്നിവർ നേതൃത്വം നൽകി. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ ട്രിപ്പിൾ ആവർത്തിച്ച് സോണിയ. സീനിയർ വിഭാഗം 100 മീറ്റർ, 200 മീറ്റർ ഓട്ട മത്സരം, ഹൈ ജമ്പ് എന്നീ വ്യക്തിഗത ഇനങ്ങളിലാണ് സോണിയ സ്വർണം നേടിയത്. പൊയ്യ പൂപ്പത്തി ഇളന്തോളി ടൈറ്റസ് സജിത ദമ്പതികളുടെ മകളാണ്. ആളൂർ
RMHS സ്കൂളിലെ വിദ്യാർത്ഥിനിയായ സോണിയ. സ്കൂളിലെ കായികാധ്യാപകൻ അരുൺ കെ അരവിന്ദാക്ഷനാണ് പരിശീലകൻ. മാള ചാലക്കുടി റേഞ്ച് തൊഴിലാളി യൂണിയൻ AITCയുടെ നേതൃത്വത്തിൽ VP അറുമുഖന്റെ 5ാം ചരമവാർഷിക അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മാള യൂണിയൻ ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും AITC ജില്ലാ പ്രസിഡന്റുമായ VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നതിന് ഒരു 6 മാസം മുമ്പാണ്, ജൂൺ മാസത്തിൽ മാർച്ച് മാസത്തിൽ മാധവേട്ടന്റെ ജനനം. ഞാൻ ജസ്റ്റ് ആ പുസ്തകം നോക്കിയപ്പോഴാണ് മാധവേട്ടൻ പിറന്നു വീഴുന്നതും ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ദേശീയ സംഘടനാ രൂപം ഉണ്ടാകുന്നതും ഒരേ വർഷമാണ്. 96 വർഷക്കാലത്തോളം മാധവേട്ടൻ ജീവിച്ചിരുന്നു. ആ 96 വർഷക്കാലത്തിൽ അറുമുഖേട്ടൻ ജീവിച്ചിരുന്നു. ആ 96 വർഷത്തിലും അതിലെ ഏതാണ്ടൊരു ഭൂരിപക്ഷം, ഒരു 70-75 വർഷക്കാലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായും തൊഴിലാളി യൂണിയനുമായും കർഷക സംഘവുമായും കർഷക തൊഴിലാളി ഫെഡറേഷനുമായും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് അറുമുഖേട്ടൻ അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യൂണിയൻ പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷത വഹിച്ചു. KV സുജിത്ലാൽ, PK മാധവൻ, VK ബാലൻ, AP വിദ്യാധരൻ, K സുദർശനൻ, VA രമേശൻ, KK ഷാജി, AV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിൽ നടപ്പിലാക്കാത്തതും പൂർത്തീകരിക്കാത്തതുമായ പദ്ധതികൾ ചൂണ്ടിക്കാട്ടി വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് UDF മെമ്പർമാർ ബഹിഷ്കരിച്ചു. കോടികൾ ചെലവഴിച്ച അറവശാല പൂർത്തിയാക്കിയില്ല. 300ഓളം വരുന്ന ഭൂരഹിത ഭവനരഹിതരുടെ ആശങ്ക പരിഹരിച്ചില്ല. മാലിന്യ നിർമ്മാർജ്ജനം പൂർത്തിയാക്കിയിട്ടില്ല. ചീപ്പ് ചിറ ടൂറിസം നടപ്പാക്കിയിട്ടില്ല. തെരുവ് നൈശല്യം പരിഹരിച്ചില്ല. വയോജന പാർക്ക് നിർമ്മാണത്തിൽ അഴിമതി പരിശോധിച്ചിട്ടില്ല. തകർന്നു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് UDF അംഗങ്ങൾ വികസന സദസ്സ് ബഹിഷ്കരിച്ചത്. ആളൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വളരെ കാര്യക്ഷമമായ പ്രവർത്തനം പഞ്ചായത്ത് ഭരണസാരഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതിനെ മുൻനിർത്തി അവരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നല്ല ടീം വർക്കാണ് ആളൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. കോവിഡ് കാലത്ത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കമ്മ്യൂണിറ്റി അടുക്കള തയ്യാറാക്കി ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും മറ്റ് സഹായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും എല്ലാം ചെയ്ത് ആരംഭിച്ചതാണ്. ഈ പഞ്ചായത്തിൻ്റെ വികസനപരമായ ആവശ്യങ്ങൾ വളരെ കൃത്യമായി കണ്ടറിഞ്ഞുകൊണ്ട് ഒരൊറ്റക്കെട്ടായി അതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിനന്ദനീയമായ കാര്യമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജോസ് മാഞ്ഞൂർ, ബിന്ദു ഷാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ നൈസൻ, ജുമൈല സഹീർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷൈനി തിലകൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ രാഖി ശ്രീനിവാസൻ, വിവിധ കക്ഷി നേതാക്കളായ IN ബാബു, ലത്തീഫ്, പഞ്ചായത്ത് അംഗങ്ങളായ UK പ്രഭാകരൻ, JB സുനിൽ, ജിഷ ബാബു, ഷൈനി വർഗീസ്, സെക്രട്ടറി KN സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ അനുമോദിച്ചു. കല്ലേറ്റുങ്കര BVM ഹൈസ്കൂളിലെ 1998 SSLC ബാച്ചിന്റെ സംഗമം നടത്തി. 1998 കൂട്ടായ്മ മക്കളോടൊപ്പം എന്ന പേരിൽ നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കൾ ബദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ PK മേജോ അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ സരിത രാജേഷ്, ബാബു ജോൺ, ഷിജോ ജോണി, വിനോദ് PN, PG മണികണ്ഠൻ, PN വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ വിജയിച്ച പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് 2023-24 മെയിൻ്റനൻസ് റോഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച തേശ്ശേരി പുത്തുക്കാവ് ബ്രാഞ്ച് കനാൽ പാലം പ്രദേശവാസികൾക്കായി തുറന്നുകൊടുത്തു. കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി ഫ്രാൻസിസ് മുഖ്യാതിഥിയായിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ രംജി സേവ്യർ, പഞ്ചായത്ത് അംഗങ്ങളായ CRX, TV പ്രജിത്ത്, KV ബാബു, അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ ആശാരിപ്പറമ്പ് നിവാസികളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. നിർമ്മാണം പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു.
കനത്ത മഴയിൽ കയ്പമംഗലം വഴിയമ്പലം സെന്ററിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ. വെള്ളാങ്കല്ലൂർ കരൂപ്പടന്ന നെടുങ്ങാണം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. റോഡിൽ മെറ്റലിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.